കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിലെ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മസ്ജിദ് മാറ്റാനുള്ള നീക്കങ്ങൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകുന്നു എന്നതാണ് വാർത്ത. വിമാനത്താവളത്തിന്റെ റൺവേക്ക് തൊട്ടടുത്ത് അതീവ സുരക്ഷാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി മാറ്റാൻ വ്യോമയാന സുരക്ഷാ ബ്യൂറോയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പ്രശ്നങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേക്ക് തൊട്ടരികിൽ അതീവ സുരക്ഷാ മേഖലയായ ലെവൽ 3-യിലാണ് 136 വർഷത്തോളം പഴക്കമുള്ള ഭംഗ്ര മോസ്ക് അഥവാ ഗൗരിപൂർ ജാമിയ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. വിമാനത്താവളം നിർമ്മിക്കുന്നതിന് മുൻപുള്ളതാണെങ്കിലും നിലവിൽ വിമാനങ്ങളുടെ സുരക്ഷിതമായ ലാൻഡിങ്ങിനും റൺവേ വികസനത്തിനും ഈ നിർമ്മിതി വലിയ തടസ്സമാണെന്നാണ് വ്യോമയാന അതോറിറ്റിയുടെ കണ്ടെത്തൽ. പള്ളി സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയിലേക്ക് ആളുകൾ കേവലം തിരിച്ചറിയൽ കാർഡുകൾ മാത്രം കാണിച്ച് പ്രവേശിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്കാണ് വഴിവെക്കുന്നത്. വ്യോമയാന സുരക്ഷാ ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം നിലവിൽ പള്ളിയിലേക്കുള്ള പ്രവേശന പാസുകൾ അധികൃതർ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. വിമാനത്താവള അതോറിറ്റിയുടെ സ്വന്തം ഭൂമിയിലെ കയ്യേറ്റങ്ങൾ നീക്കാൻ ആരുടെയും അനുമതി ആവശ്യമില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രീണന രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞെന്നും ദേശീയ സുരക്ഷയ്ക്കാണ് തങ്ങളുടെ സർക്കാർ മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും കേന്ദ്രമന്ത്രി സുകാന്ത മജുംദാറും വ്യക്തമാക്കി. വിമാനത്താവള വികസനത്തിനായി പള്ളിക്ക് പുറത്ത് വലിയൊരു ആധുനിക മസ്ജിദ് നിർമ്മിച്ചു നൽകാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പള്ളി മാത്രമല്ല, പരിസരത്തുള്ള ഒരു ക്ഷേത്രവും വികസനത്തിനായി മാറ്റി സ്ഥാപിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ സർക്കാരിൻ്റേത് ഏകപക്ഷീയമായ നീക്കമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് ജനങ്ങളെ തെരുവിലിറക്കാൻ ജമീയത്തുൽ ഉലമായെ ഹിന്ദ് നേതാക്കൾ ശ്രമിക്കുന്നതായും BJP ആരോപിക്കുന്നു. വരും ദിവസങ്ങളിൽ കൊൽക്കത്തയിൽ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് ഈ വിഷയം കാരണമായേക്കും. ജനം, ഡൽഹി.